ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ചാനലിൽ നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിംഗ് ടിപ്സ് കൊടുക്കും, കോണ്ടൻറ് റിലേറ്റഡ് ടിപ്സ് കൊടുക്കും, അതുപോലെ തന്നെ ബിസിനസ് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര എന്നുള്ള പോലെ നമ്മൾ ഇൻസ്പിറേഷണലായിട്ട്, അത് ഇൻസ്പയർ ചെയ്യാമെന്നൊന്നുമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷേ കുറച്ച് ലിറ്റററി കോട്ട്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് എത്രമാത്രം ഏത് രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് ആളുകൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു ഒരു വെബ്സൈറ്റിനെ. സോ വെബ്സൈറ്റ് ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു ഡിജിറ്റൽ ഫേസാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ഡിജിറ്റൽ ഫേസാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും കൺജസ്റ്റഡ് ആവരുത്. അതായത് ചില വെബ്സൈറ്റുകൾ നമുക്ക് ഫസ്റ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കുറേ ഉണ്ട്, ഇത് മൊത്തം വായിച്ച് തീർക്കണം, ഇതൊക്കെ മൊത്തം നോക്കണം എന്നൊക്കെയുള്ളൊരു നെഗറ്റീവ് ഫീൽ നമുക്ക് ഫസ്റ്റ് വരും. എന്നാൽ ചിലത് നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് കൃത്യമായിട്ട് മെന്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് മാത്രം, പിന്നെ അവരുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് വെക്കും. അപ്പം നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ആ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാം. സോ അത്തരം സൈറ്റുകളാണ്, ഒരു യൂസർ ഫ്രണ്ട്ലി സൈറ്റുകളാണ് ഇപ്പം ആവശ്യമുള്ളത്. അതായത് കയറി വരുമ്പോഴത്തേനും, നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ നമ്മൾ ആ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കൺജസ്റ്റഡ് ആവരുത്. വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം, നല്ല നല്ല വിഷ്വൽസ് കൊടുക്കണം നമ്മുടെ ബ്രാൻഡ് റിലേറ്റഡ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കാവുള്ളൂ. അതിനപ്പുറമുള്ള ഒരുപാട് നമ്മുടെ ഹിസ്റ്ററി തുടങ്ങി ലെഗസിയൊക്കെ തുടങ്ങി ഒരുപാട് ഡീറ്റെയിൽസ് പല സൈറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അത്തരം ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക. മാക്സിമം ഒരു കസ്റ്റമർ ഫസ്റ്റ് വരുമ്പം, അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഫസ്റ്റ് വന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവർ നോക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബാക്കി നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടെ. ഓഫ് കോഴ്സ് അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും. ഓഫ് കോഴ്സ് നമുക്കൊരു കോൾ വരും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെബ്സൈറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇത് കീപ്പ് ഇൻ മൈൻഡ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഡിസൈനറോട് സംസാരിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.